ഇന്നത്തെ വർക്കൗട്ട് ഉണ്ടല്ലോ വളരെ ഈസി എന്ന് പറഞ്ഞാൽ ഈസിയായിട്ടുള്ള വർക്കൗട്ടാണ്. നമ്മുടെ അടിവയറിലെ കൊഴുപ്പിനും നമ്മുടെ ഷോൾഡറിൻ്റെ ഷേപ്പ്, നമ്മുടെ ബാക്ക് ഫാറ്റൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല കേട്ടോ. വളരെ ഈസി എന്ന് പറഞ്ഞാൽ ഈസിയാണ് കേട്ടോ. ഞാൻ വീഡിയോ വളരെ കുറച്ചാണ്, ലെങ്തൊക്കെ ഇല്ലാണ്ട് നിങ്ങൾ ലെങ്ത് വെച്ചെടുത്ത് നിങ്ങൾ കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, ലാസ്റ്റ് വരെ കണ്ടോളൂ. നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 20 എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലെങ്ത് കൂടുമ്പോൾ പിന്നെ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അപ്പം ഇതെല്ലാ വർക്കൗട്ട് ഉപയോഗമുള്ളതാണ്, വളരെ സിമ്പിളാണ്, എല്ലാ പ്രായക്കാർക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നുകിൽ 50 എടുക്കുക അല്ലെങ്കിൽ 100 എടുക്കുക. 100 എടുക്കണമെന്ന് നിർബന്ധം പറയില്ല, ഫസ്റ്റ് ടൈം എടുക്കുന്നവർക്ക് 100 എടുക്കണമെന്ന് ഒരിക്കലും നിർബന്ധം പറയില്ല കേട്ടോ. അതായത് സെക്കൻഡ് വർക്കൗട്ടാണ്. അപ്പോൾ 100 പറ്റുന്നവർ 100 എടുത്തോളൂ, ഇല്ലാത്തവരെ നിർബന്ധിക്കില്ല. പക്ഷേ 50 ഒക്കെ ഈസിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണ് നിങ്ങൾക്ക് 50 ഒക്കെ എടുക്കുന്നത് ചിലപ്പോൾ ബോഡി അത്രത്തോളം കണ്ടീഷനല്ല, പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ ഓരോ വർക്കൗട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവുകയും അനുസരിച്ച് പിന്നെ നമ്മുടെ ബോഡി സ്ട്രെങ്ത് ബാലൻസിങ് ഒക്കെ വരുന്നതനുസരിച്ചാണ് നമുക്ക് വർക്കൗട്ടിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റുക. അത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഇത് മൂന്നാമത്താണ്. കാരണം നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് 20 എത്തുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ആ ക്ഷീണം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ, അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് ഇപ്പോൾ 1 വീക്ക് 2 വീക്കൊക്കെ ആകുമ്പോൾ 20 എന്നുള്ളത് 25 ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബോഡിയുടെ ഒരു വ്യത്യാസം ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടിക്കോളൂ. 50 ഒക്കെ ചിലത് 50 എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക, ഇല്ല നിങ്ങൾക്ക് 30 നിർത്തുക കേട്ടോ. എല്ലാ ദിവസവും എല്ലാ വർക്കൗട്ടും എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ മാത്രമേ 1 അവർ ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. ഈ 1 അവർ ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റ് വ്യത്യാസം ഉണ്ടാകും. ഇനി നമുക്ക് അടിവയറിലെ കൊഴുപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് വർക്കൗട്ട് വെച്ച് നമ്മൾ നിന്നിട്ട് എങ്ങനെ ചെയ്യുന്ന പറഞ്ഞുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്തൊക്കെ പാടുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ കണ്ടോ. ഇത് നമ്മൾ കാണുന്നത് കാല് ഇനി എടുത്ത് കസേരയുടെ മണ്ടയിൽ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട. ഓരോന്നിനും ഓരോതായ ഗുണങ്ങളുണ്ട് കേട്ടോ. അത് നമുക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. ഇത് ഈ പറയുന്ന പോലെ എല്ലാ വർക്കൗട്ടും എല്ലാ ദിവസവും ചെയ്ത് വയ്ക്കോളൂ. പിന്നെ ഈ 1, 2, 3, 4 അങ്ങനെ മാസം എണ്ണിയൊന്നും ഇരിക്കേണ്ട, കൃത്യമായിട്ട് ചെയ്ത് വയ്ക്കോളൂ. അതിൻ്റെ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ, കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെറുതെ ഈ വർക്കൗട്ടുള്ള നമ്മൾ വെറുതെ കാണിക്കുന്നല്ലോ. അപ്പം ഇതെല്ലാം ഞാൻ 20 വെച്ചൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക, കണ്ടിന്യൂസ്ലി ചെയ്യുക. പിന്നെ ഞാൻ പറയുന്ന എനിക്ക് വയറ് ലാസ്റ്റിലേ കുറയുള്ളൂ. അതുകൊണ്ട് വയറ് കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്താനും നിൽക്കേണ്ട ആരും. അങ്ങനെ നിർത്തുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും പെട്ടെന്ന് കുറയും, വയറ് ഏറ്റവും ലാസ്റ്റ് കുറവ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ആ ഫാറ്റ് നമുക്ക് പിടിച്ചു നോക്കാൻ പറയില്ല, വയറിൽ പുളിബിളാന്ന് പറഞ്ഞ് കിടക്കുന്ന അതിനെ കട്ടിയാക്കി എടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് അതിനെ നമ്മൾ മുറിച്ച് കളയോ ഒന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പിടിച്ചു നോക്കുമ്പോൾ അറിയാം. അത് പിന്നെ കട്ടിയാവണമെങ്കിൽ നമ്മളെ കൊടുക്കുന്ന വർക്കൗട്ടിൽ നമ്മൾ വയറിങ്ങനെ മടക്കി എടുക്കുകയൊക്കെ ചെയ്യുന്ന ടൈമിലാണ് ഇത് അകത്തേക്ക് വലിഞ്ഞിട്ട് കട്ടിയായിട്ടാണ് നമുക്ക് അവിടെ വയറ് ഫിറ്റാവുന്നത്. അതിനൊത്തിരി സമയം എടുക്കും. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നത് മാത്രം പോരാ, ഫുഡ് കൺട്രോൾ വേണം. ഞാൻ ഫുഡ് കൺട്രോളിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, പക്ഷേ ടൈമിൻ്റെ പ്രശ്നം കൊണ്ടിട്ടാണ് വർക്കൗട്ടിന് വീഡിയോസ് എടുത്തെടുത്ത് പോകുന്നത്. അപ്പോൾ ഞാനതൊരു ഫുൾ ഡയറ്റ് പ്രോഗ്രാമായിട്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരിതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തായാലും പ്രോട്ടീൻ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് കൊഴുപ്പിനെ കുറച്ച് കൊണ്ടുവന്ന് ഫുഡ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ ഒത്തിരി കഷ്ടപ്പെട്ടത് എനിക്ക് ഇങ്ങനെ മടങ്ങി വേണം നമുക്ക് ആ ഫിറ്റ് ആവാനായിട്ട്. അപ്പോൾ അതിന് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ക്ഷമയോടെ കാത്തിരുന്നോളൂ. അപ്പോൾ ഒരുപാട് വർഷം കൊണ്ട് നിൽക്കുന്ന വയറൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ചാനൽ എത്തിയിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവേ. ഓക്കെ, താങ്ക് യു.